പുളിഞ്ചി ഇഷ്ടമില്ലാത്തവരാരും ഉണ്ടാവില്ല അല്ലേ? വളരെ സിമ്പിളായിട്ട് ഇതെങ്ങനെ ഉണ്ടാക്കാം നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ശർക്കര, പച്ചമുളക്, പുളി, ഇഞ്ചി, കറിവേപ്പിലയും കൂടെ മതി കേട്ടോ. അപ്പോൾ ഒരു ചെറുനാരങ്ങൻ്റെ വലുപ്പത്തിലുള്ള പുളിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതുപോലെ കൂടെ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചെടുത്തിട്ട് ഒരു 10 മിനിറ്റോളം വെക്കുകയാണ്. അപ്പോഴേക്കും നമുക്കിതുപോലെ ശർക്കര കട്ട് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ പച്ചമുളക്, ഇഞ്ചിയൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ പുളി ഇതുപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. നല്ല പോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമ്മൾ പിഴിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയാണ് പുളിഞ്ചി. അപ്പോൾ തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ നമ്മൾ മുഴുവനായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് പുളി. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ അതുണ്ടാക്കാനായിട്ട് നമ്മളത് അതുപോലെ ഒരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചെടുത്ത് 1/2 ടീസ്പൂണോളം കടുകിട്ട് പൊട്ടിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ഇഞ്ചി ഇട്ട് കൊടുക്കുകയാണ്. അതൊന്ന് ഒരു സെക്കൻഡോളം വഴറ്റിയതിന് ശേഷം അപ്പോൾ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച കറിവേപ്പില 2 തണ്ട് കറിവേപ്പിലാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം കട്ടാക്കി വെച്ച മുളകും കൂടെ ഇട്ട് കൊടുത്ത് 1 മിനിറ്റോളം നമ്മളിതൊന്ന് വഴറ്റിയെടുക്കുകയാണ്. എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് വഴറ്റി എടുത്തതിന് ശേഷം ഒരു 3/4 ടീസ്പൂണോളം മുളക് പൊടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതും കൂടെ ഒരു സെക്കൻഡോളം വഴറ്റിയെടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം തീ വളരെ കുറച്ച് വെച്ചതിന് ശേഷമാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്ത് വഴറ്റിയെടുക്കേണ്ടത്. ഇനി പുളിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമ്മളിതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോവല്ലേ. അപ്പോൾ ശർക്കര ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, ശർക്കര നല്ല പോലെ ഉരുകിയിട്ട് മിക്സാക്കി എടുക്കണം. അതിനുശേഷം അതാ ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുകയാണ്. അപ്പോൾ ഒരച്ച് ശർക്കര നമ്മൾ ചേർത്ത് കൊടുത്തപ്പോൾ അതിന് മധുരം കുറച്ച് കുറവാണ് തോന്നി. അപ്പോൾ നമ്മൾ ഒരു 1/2 ശർക്കരയും കൂടെ എടുത്തിട്ടുണ്ട്. ഒരു ശർക്കരൻ്റെ പകുതിയും കൂടെ നമ്മൾ ഇതിലേക്ക് ചുരണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല കറക്റ്റ് മധുരം തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് മധുരമൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് ശർക്കര എടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പുളിഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് നല്ല പോലെ ഒന്ന് കുറുകി വരണം കേട്ടോ. കണ്ടോ, നല്ല പോലെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അത് ഇതുപോലെയുള്ള തിക്നെസ്സിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കുറുക്കി എടുക്കണമെങ്കിൽ ഒന്നുകൂടെ നമുക്ക് തിളപ്പിച്ച് വറ്റിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കമൻറ്റ് രേഖപ്പെടുത്താനും മറന്നു പോവല്ലേ. സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.